Hello everyone, welcome to Bismay's Food Cart. ഇന്ന് നമുക്ക് ബ്രെഡും കൊണ്ട് ഈസി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 ബ്രെഡാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടി നമുക്ക് 3 ബ്രെഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫ് വെച്ചോ അല്ലെങ്കിൽ സിസർ വെച്ചോ എങ്ങനെ വേണ്ടിയും നമ്മുടെ ഇഷ്ടത്തിന് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ 4 ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന റോളർ എടുത്ത് ഈ ബ്രെഡ് നമുക്ക് നല്ലതായിട്ട് പരത്തിയെടുക്കണം. നല്ലതായിട്ട് പരത്തിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ നമുക്ക് 3 ബ്രെഡ് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ 3 ബ്രെഡ് നമ്മൾ പരത്തിയെടുത്തു. നമുക്കിനിയും പരത്തി വെച്ചേക്കുന്ന ഒരു ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ന്യൂട്ടെല്ല പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ലയുടെ ബ്രെഡ് ഏകദേശം റെഡിയായി. ഇനി ഈ ന്യൂട്ടെല്ല പുരട്ടി വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത പരത്തി വെച്ചേക്കുന്ന ബ്രെഡ് എടുക്കാം. അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജാം, ഞാനിപ്പോൾ ഇവിടെ കിസാൻ്റെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജാം എടുക്കാം. അത് നല്ലതായിട്ട് ഇതിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈസിൽ നല്ലതായിട്ട് ജാം പുരട്ടി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്ലൈസ് എടുക്കാം. അതിലേക്ക് നമുക്ക് പീനട്ട് ബട്ടർ പുരട്ടി കൊടുക്കണം. അപ്പോൾ പീനട്ട് ബട്ടർ നമുക്ക് നല്ലതായിട്ട് ബ്രെഡ് സ്ലൈസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ സ്ലൈസിൽ നമ്മൾ പീനട്ട് ബട്ടർ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ബ്രെഡ് തന്നെയാണ് വെച്ചേക്കുന്നത്. അടുത്ത ലെയർ നമുക്ക് ന്യൂട്ടെല്ല പുരട്ടി വെച്ചേക്കുന്ന ബ്രെഡ് എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജാം പുരട്ടിയേക്കുന്ന ബ്രെഡ് സ്ലൈസ് വെക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്ലോലി വേണം നമുക്കിത് മുറിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം വെളി വരും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.